ഇന്ന് ജൂൺ മാസം 2-ാം തീയതി. ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ ജൂൺ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് എന്ന് തന്നെയാണ്. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു. ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ. ഈ നക്ഷത്രജാതകരിൽ പലരും പലവിധ പരീക്ഷണങ്ങൾ നേരിടുന്നവർ തന്നെയാണ്. ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക, ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന വിഷമവുമായി കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഞാൻ തുറന്നു പറയട്ടെ, ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. ഇത് നിങ്ങൾ കുറിച്ചു വച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രത്തിൽ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും ഞാൻ ഈ പറയുന്ന 9 നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ, ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. എന്താണോ ഇവർ ആഗ്രഹിച്ചത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. അത്രയധികം ഗുണാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇത് പറയാൻ കാരണം ഈ നക്ഷത്രജാതകരുടെ ഗോചരഫലം അനുകൂലമാകുന്നു എന്ന് തന്നെയാണ്. ജൂണിൽ 4 ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണാനുഭവവും ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭ്യമാകും. എത്ര വലിയ ദുരിത ദുഃഖങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവർക്ക് വലിയ നേട്ടവും സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ കാരണമാകും. ഇവരുടെ ആശകളും അഭിലാഷങ്ങളുമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ഈ 9 നക്ഷത്രജാതകരിൽ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളാണ് ലഭിക്കുക. ധാരാളം ധനം കയ്യിൽ വരും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ഇവർ എന്തിനാണോ വിഷമിക്കുന്നത് അതൊക്കെ, ആ വിഷമതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുക തന്നെ ചെയ്യും. ഇവർ പ്രാർത്ഥന നടത്തുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇവർക്ക് നല്ല സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രം തന്നെയാണ്. അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം അല്ലെങ്കിൽ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഏറ്റവും അധികം ഗുണത്തിലും ഭാഗ്യത്തിലെയും നേട്ടത്തിലേക്കുമൊക്കെ ഇവർ എത്തിച്ചേരും. ഇവർ നാട്ടിലാണെങ്കിലും വിദേശ രാജ്യത്താണെങ്കിലും ഒരു വലിയ സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജാതകരെ തേടി വരും. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും. മനസ്സിന് കുറേ നാളുകളായി ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഈ നക്ഷത്ര ജാതകർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അത്തം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ധാരാളം ധനം വന്നു ചേരുന്ന ഒരു സമയമായി ഇതിനെ കണക്കാക്കാം. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. പ്രണയ സാഫല്യത്തിൻ്റെ സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ ആരെങ്കിലുമായിട്ടുള്ള പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി നല്ല രീതിയിൽ നല്ല സൗമ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയാനുള്ളൊരു യോഗമൊക്കെ അത്തം നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. ഒരു നാരങ്ങ എടുക്കുക. ഈ നാരങ്ങ എടുത്തതിന് ശേഷം ഒരു ചില്ല് ഗ്ലാസ്സിൽ ഇട്ട് വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുക. നെഗറ്റീവ് എനർജിയൊക്കെ മാറുവാനും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാനും ഇത് കാരണമാകും. രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പതിവായി പോകുന്നതും അവിടെ വഴിപാടുകൾ, പ്രത്യേകിച്ച് ഭാഗ്യസുക്താർച്ചന,
ഐക്യമത്യ സുക്താർച്ചന ഇതൊക്കെ നടത്തുന്നതും ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ കാരണമാകും. രോഹിണിയുടെ നല്ല സമയമാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ മാറി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഈ ഒരു സമയത്ത് ഇവർക്ക് നടക്കാത്തതായി ഒന്നുമില്ല. ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ കാർത്തികയ്ക്ക് വന്നു ചേരുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ്. നേട്ടത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ച് ഒട്ടനവധി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. മെയ് മാസത്തിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു. പലരും ചതിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നടന്നു കിട്ടും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വീടിന് മുന്നിൽ ഒരു മഞ്ഞൾ ചെടി വെച്ച് പിടിപ്പിക്കുക. മഞ്ഞളിൻ്റെ ചെടി കിഴക്ക് ദിശയിൽ വെച്ച് പിടിപ്പിക്കുക. അത് ഇവർക്ക് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് നൽകും. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഭാഗത്ത് കിഴക്ക് ദിശയിൽ ഒരു മഞ്ഞൾ വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുവാനും ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഇത് കാരണമാകും. അപ്പോൾ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർ ചോദിക്കും, ഞങ്ങൾ എവിടെയാണ് മഞ്ഞൾ ചെടി വെക്കുന്നത്? നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ഒരു മഞ്ഞൾ നട്ടുപിടിപ്പിക്കുക. അത് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാനൊക്കെ നിങ്ങൾക്ക് അത് കാരണമാകും. ഏതായാലും വലിയ അവസരങ്ങളാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ കാണാം. ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്നവരാണ്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ചിത്തിര നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ തീർച്ചയായും അവിടെ ഒരു ഉയർച്ചയുണ്ട്, അവിടെ ഒരു നേട്ടമുണ്ട്. ജൂൺ മാസം അത് കാട്ടിത്തരും. നിങ്ങളുടെ മക്കളോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഭാര്യയോ ആരോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയൊരു അവസരം വന്നു ചേരാൻ പോവുകയാണ് ചിത്തിര നക്ഷത്ര ജാതകർക്ക്. വർഷങ്ങളായി ആഗ്രഹിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ ബിസിനസ്സൊക്കെ എന്തെങ്കിലും രീതിയിൽ പരാജയപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടാതെ വരുന്നവർ, ഇവർക്കൊക്കെ ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ. അതായത് ഇവരുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. തർക്കങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടവും സൗഭാഗ്യവും ഒക്കെ ഇവരെ തേടി വരും. ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിക്കിട്ടും. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സമയമാണ്. നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ മാറുന്ന സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ ധാരാളം പണമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കുറിക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിത് എഴുതിയെടുത്ത് പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മാരിയമ്മയോട് പ്രാർത്ഥന നടത്തും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം. പ്രതിസന്ധികൾ ഒരുപാടാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവർ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ലൈഫിൽ സർവ്വസാധാരണം തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. ഉറപ്പായും ഇവർക്കത് കഴിയും.
ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദോഷങ്ങളൊക്കെ മാറുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും. കാണാതെ പോയ മുതലൊക്കെ തിരിച്ചു കിട്ടുന്ന സമയമാണ്. പ്രമോഷൻ ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണാനുഭവങ്ങൾ വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുകയാണ്. മോശമായ രീതിയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതൊക്കെ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് എന്തെല്ലാം അനുഭവിച്ചെന്നറിയാമോ? ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. അത് ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ശിവക്ഷേത്രത്തിൽ പോകണം. അവിടെ ധാര, കൂവളമാല, മൃത്യുഞ്ജഹോമം ഇത് നടത്തുക. അതിവർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രതിസന്ധികളിൽ തകരാതിരിക്കുക. ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. ദോഷ സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറുകയാണ്. ഇവരെ സംബന്ധിച്ച് പലരുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും ദമ്പതികൾ തമ്മിലാണെങ്കിലും അതല്ലെങ്കിൽ അയൽക്കാരുമായിട്ടാണെങ്കിലും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറാൻ പോകുന്നു. അതുപോലെ തന്നെ അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നു. സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. ധനലാഭമുണ്ടാകുന്നു. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി സാധ്യമാകും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയം തന്നെയാണ്. 9ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. നിങ്ങളെ സംബന്ധിച്ച് ധനനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ധനനഷ്ടം നിങ്ങളെ സംഭവിച്ചിട്ടുണ്ട്. ആരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ ചതികൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിൽ തീരുമാനമെടുത്താലും അതൊക്കെ പരാജയത്തിലേക്ക് എത്തുകയാണ്. അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എല്ലാ കാര്യത്തിനും ഫലം കുറവായി വരുന്ന ഈ സമയം മാറുകയാണ്. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു. ശിവക്ഷേത്രത്തിൽ പോകണം, ദർശനം നടത്തണം. അവിടെ ധാര, കൂവളമാല, മഹാമൃത്യുഞ്ജഹോമം ഇത് നടത്തുക. അതൊരുപാട് ഭാഗ്യത്തിന് കാരണമാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. നല്ല നാളുകൾ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.